ഇന്ന് നമുക്ക് ഒരു വിശിഷ്ടാതിഥിയുണ്ട്, ഡോക്ടർ എം.ജി. ശശിഭൂഷൺ. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. മലയാള മനോരമയിലും മാതൃഭൂമിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൊഫസറാണ്. അതുപോലെ എത്രയോ തലമുറകളെ വിജ്ഞാനം പഠിപ്പിച്ച എസ് ഗുപ്തൻ നായരുടെ മകനാണ് അദ്ദേഹം. അതുപോലെ ചുമർ ചിത്രകല, അതിന് ഇത്രയും സംഭാവന ചെയ്തിട്ടുള്ള വേറൊരാളെ കേരളത്തിൽ എനിക്ക് പരിചയമില്ല. ചരിത്രകാരനാണ് അദ്ദേഹം. മാത്രമല്ല, കേരളത്തിൽ വിവാദത്തിൽ മുങ്ങി നിന്ന പല സംഭവങ്ങളിലും ഭാഗഭാക്കായിരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോടിന്ന് സംസാരിക്കും. ശശിഭൂഷൺ, സ്വാഗതം. അതെ, നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ട് വളരെ കാലമായി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സുനിൽ പി ഇളയിടം, അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വലിയ ചിന്തകനും പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ PhD തീസിസുമായിട്ട് കുറച്ച് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് റിജക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ പത്രത്തിൽ എഴുതിയിരുന്നു. പത്രത്തിൽ വാർത്ത വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഇനി ദ്രോഹിക്കരുത് എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ കൂടുതൽ അതങ്ങനെ അന്ന് മുമ്പോട്ടും കൊണ്ടുപോയിരുന്നു ഒന്നുമില്ല. പക്ഷേ ആ PhD തീസിസിൻ്റെ പരിശോധകനായിരുന്നു ശശിഭൂഷൺ, അല്ലേ? അതെ. പക്ഷേ ശശിഭൂഷൺ ആ പ്രബന്ധം തള്ളിക്കളയണം എന്നല്ല, തിരുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നതാണ് എൻ്റെ ഓർമ്മ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തായിരുന്നു ആ ഇളയിടത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ കുഴപ്പമെന്തായിരുന്നു? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതെ, ചിലപ്പോൾ കേൾവിക്കാർക്ക് അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം അറിയണമെന്നില്ല. 2008 KCS പണിക്കരുടെ ഇന്ത്യൻ കർഷക ജീവിതം എന്ന പെയിൻറ്റിങ്ങും ഖസാക്കിൻ്റെ ഇതിഹാസവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം, എങ്ങനെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് സർഗ സംഭാവനകളിൽ അന്തർലീനമായി ഉണ്ടാകുന്നത് എന്നതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വളച്ചു കെട്ടിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിന് അദ്ദേഹം നൽകിയ ശീർഷകമൊക്കെ അപകടം പിടിച്ചതാണ്, സ്വാഭാവികമേ അല്ല. അതെ, അതൊക്കെ ഇരിക്കട്ടെ. അതിലവസാനം അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണിക് മൂല്യങ്ങൾ ഈ ഇന്ത്യൻ കർഷക ജീവിതത്തിലും ഖസാക്കിൻ്റെ ഇതിഹാസത്തിലും പ്രകടമായി കാണാം. ഇത് ആ സർഗശക്തിയുടെ ഒരു ക്ഷീണത്തിന് കർഷക ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റേ KCS പണിക്കരുടെ ചിത്രത്തിൽ ആ ചിത്രത്തിലും കാണാം, കാണാം ബ്രാഹ്മണിക് മൂല്യങ്ങൾ. അത് ബ്രാഹ്മണിക് മൂല്യങ്ങൾ എന്ന് അദ്ദേഹം പറയുന്ന ആ സവിശേഷതകളെ ഒരുപാട് അതിനുദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ പറ്റും. പക്ഷേ ഒരു ഗവേഷകൻ അത് തനിക്കിഷ്ടമുള്ള തരത്തിലൊരു വിഷയത്തെ അപഗ്രഥിക്കുകയും അതിനെ പരിസമാപിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ചില അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചിരിക്കണം. ഒന്ന്, ഈ ഇന്ത്യൻ കർഷക ജീവിതം എന്ന് പറയുന്ന പെയിൻറ്റിങ് കണ്ടിരിക്കണം. സുനിൽ ഇളയിടമാകട്ടെ ആ പെയിൻറ്റിങ് കണ്ടിട്ടില്ല, അതിൻ്റെ റീപ്രൊഡക്ഷനാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇത് ഓയിൽ പെയിൻറ്റിങ്ങിലാണോ വരച്ചത്, ടെമ്പറയിലാണോ വരച്ചത്, അതല്ലാതെ വേറെ ആക്രലിക് അന്ന് വന്നിട്ടില്ല, അപ്പോൾ അതല്ല നീർച്ചായത്തിലാണ്, ഇതൊന്നും പറയുന്നില്ല. കണ്ടിട്ടില്ല, ചുരുക്കം. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടാവും, പലതവണ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യൻ കർഷകൻ എന്ന് പറഞ്ഞ് ഒരു പൊന്നാനിയിലെ ഇടത്തരക്കാരനായ ഒരു കർഷകനെയാണ് KCS പണിക്കർ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭസ്മം തൊട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് രാമായണം വായിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ബ്രാഹ്മണിക് മൂല്യങ്ങളുടെ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഭസ്മം തൊടുക എന്ന് പറയുന്നത് ഒരു ശൈവ സമ്പ്രദായമാണ്. അത് വാസ്തവത്തിൽ അവൈദിക പാരമ്പര്യമാണ്, വേദിക് പാരമ്പര്യത്തിൽപ്പെട്ടതല്ല ഈ ഭസ്മം തൊടുക എന്ന് പറഞ്ഞാൽ.
ചുടലയിലെ ഭസ്മമാകാം, അതല്ലെങ്കിൽ ചാണകം പൊടിച്ചുണ്ടാക്കുന്ന ഭസ്മമാകാം. ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ തനിക്ക് അഭിമതനായ ഫ്രെഡറിക് ജെയിംസന്റെ ഒരു സാഹിത്യ സിദ്ധാന്തത്തിന് അനുസരിച്ചിട്ട് അദ്ദേഹം കട്ടിലിനനുസരിച്ച് കാല് റെഡിയാക്കുന്ന ഒരു പരിപാടിയാണ് ഈ സുനിൽ ഇളയിടം ചെയ്തത്. അപ്പം ഞാനത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തിരുത്തിയിട്ട് റീസബ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ റിജക്റ്റ് ചെയ്യണമെന്ന് അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫ്രെഡറിക് ജെയിംസന്റെ പുസ്തകത്തിന്റെ പേര് ദ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്, നരേറ്റീവ് ആസ് എ സോഷ്യലി സിംബോളിക് ആർട്ട് എന്നുള്ളതായിരുന്നു. ഇദ്ദേഹത്തിൻ്റെതാണെങ്കിൽ മറ്റേ ആധുനികതാവാദത്തിൻ്റെ രാഷ്ട്രീയ ബോധം മലയാള നോവലിലും ഇന്ത്യൻ ചിത്രകലയിലും ആ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നുള്ള ഫ്രെഡറിക് ജെയിംസൻ്റെത് രാഷ്ട്രീയ ബോധം എന്നാണ് എടുത്തത്. രാഷ്ട്രീയ ബോധം എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ലെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് മലയാള സന്ധി നിയമങ്ങളിൽ പാലിക്കുന്നതല്ല. അപ്പോൾ ആ സന്ധി നിയമങ്ങളെ പാലിക്കുന്നതല്ല എന്നുള്ള ഒരു വരി എടുത്തിട്ട് കണ്ടില്ലേ, ഈ അധ്യാപകൻ ഇതൊന്നും അറിയില്ല, ഫ്രെഡറിക് ജെയിംസിനെ അറിയില്ല, അദ്ദേഹത്തിനൊക്കെ ഉള്ള തരത്തിലെ സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ഈ ഗവേഷകന് വേണ്ടി വാദിക്കുകയും എന്നെ എന്നേക്കുമായിട്ട് ഈ PhD തീസിസ് വാല്യൂ ചെയ്യുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയും ചെയ്തു. അവിടെ അത് ഇദ്ദേഹത്തിൻ്റെ ഗൈഡ് ഡോക്ടർ പി പവിത്രനായിരുന്നു. 3 പരിശോധകരെയാണ് വെച്ചത്. ശശിഭൂഷൺ, വിജയകുമാർ മേനോൻ, ചിത്രകലയെ പറ്റിയൊക്കെ ധാരാളം ആളാണ്. MM ബഷീർ, കോഴിക്കോട്ടെ പ്രൊഫസർ, ആ 3 പേരെയാണ് വെച്ചിരുന്നത്. അങ്ങനെ ശശിഭൂഷൺ ഈ സംഗതി ശരിയല്ല, ഇതിൻ്റെ അകത്ത് വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്ന ഖസാക്കും KCS പണിക്കരും അല്ലാതെ ഇതിൻ്റെ അകത്ത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, കാക്കനാടിൻ്റെ ഉഷ്ണമേഖല, BK-ൻ്റെ പിതാമഹൻ, സേതുവിൻ്റെ പാണ്ഡവപുരം, ആനന്ദിൻ്റെ ആൾക്കൂട്ടം, ഇങ്ങനെയുള്ള നോവലുകളൊക്കെ എടുക്കാമായിരുന്നു. ഇതൊന്നും തൊടാതെ ആകെ എടുത്തിരിക്കുന്ന ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ശശിഭൂഷൺ? അതെ. ഞാൻ ഒരുപാട് ഇന്നിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ബോധപൂർവം തന്നെ ഈ ഗവേഷണത്തിൻ്റെ പരിശോധകരെ നിസാരനാക്കുകയോ അപ്രസക്തനാക്കുകയോ ചെയ്യുന്ന കളികൾ തുടർന്ന് അവിടെ ഉണ്ടായി. അതായത് ഈ ശശിഭൂഷൺ, വിജയകുമാർ മേനോൻ, MM ബഷീർ എന്നുള്ളവർ അപ്പം തിരുത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശശിഭൂഷൺ ഈ പ്രബന്ധം കൊള്ളുകയില്ല, ഇത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷൻ, അധികാരം ഉപയോഗിച്ചിട്ട് ഒരു 4-മനെ ഡോക്ടർ D ബെഞ്ചമിനെ വെച്ചു എന്നാണ് എൻ്റെ. അതെ, ശരിയാണ്. ഞാനിത് ഈ ഗവേഷണം നിസാരമാണെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നവീനത്വം ഉള്ള പുതുമയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഗവേഷണത്തിന് സ്വീകരിക്കാം. പക്ഷേ ഗവേഷണം സ്വീകരിക്കുമ്പോൾ അത് തന്നിഷ്ടപ്രകാരമാകരുത്. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് മലയാള സാഹിത്യത്തിലുണ്ടായ പ്രധാനപ്പെട്ട കൃതികളെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിത്രങ്ങളെ ഒക്കെ വേണം എടുത്തിട്ട്, അല്ലാതെ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് മാത്രം എടുത്തിട്ട് അല്ല വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തള്ളിക്കളഞ്ഞിട്ട് ഗവേഷകൻ്റെ നിരീക്ഷണങ്ങളെ, ആ പരിശോധകൻ്റെ നിരീക്ഷണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 4മതൊരാളിനെ വെക്കുകയും അദ്ദേഹം അതിനെ കലവറയില്ലാണ്ട് അനുകൂലിക്കുകയും ചെയ്തു ഈ ഗവേഷണ പ്രബന്ധത്തെ. ഞാൻ അവിടെ കൊണ്ടും തീർന്നില്ല. അവിടെ കൊണ്ട് തീരാണ്ട് കേരളത്തിലെ പത്രങ്ങൾക്കൊക്കെ ഒരു പ്രസ് റിലീസ് കൊടുത്തു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതനായിട്ട് ഒരു പരിശോധകൻ ഇങ്ങനെ ഇതിനെ നിസാരം, ഒരു മൗലിക ചിന്തകൻ്റെ ചിന്താ പദ്ധതികളെ നിസാരമാക്കിക്കൊണ്ട് അയാളുടെ താല്പര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ആകെ അത് 2 പത്രങ്ങളിലേ അത് വന്നുള്ളൂ. ബാക്കിയുള്ള പത്രക്കാരൊന്നും അത് ഇട്ടില്ല. അവർ ഈ വാർത്ത കിട്ടിയപ്പോൾ തന്നെ എന്നെ അറിയിക്കുകയും ഇങ്ങനെയൊരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്താണ് സംഭവം എന്നൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ സുനിൽ ഇളയിടത്തിൻ്റെ ഒരു പുസ്തകം വന്നു. ആ പുസ്തകത്തിൻ്റെ ശീർഷകം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ ശീർഷകത്തിൽ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ഈ മലയാള അധ്യാപകരുടെ ഒരു ദയനീയമായ നിലവാരത്തിൽ ഞാൻ വളരെ ദുഃഖിക്കുന്നു. അദ്ദേഹം പേരൊന്നും പറഞ്ഞില്ല, എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിലവാരത്തിൽ ഉദ്ദേശിച്ച അവർക്ക് ഈ ചിത്രകലയെ പറ്റിയൊന്നും അറിയില്ല, അവർക്ക് സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയൊന്നും അറിയില്ല. ഞാനതൊക്കെ വായിച്ചു ചിരിച്ചു. കാരണം 10-40 വർഷം കേരളത്തിലെ ചിത്രകലയെ പറ്റിയും സാഹിത്യ രചനകളെ പറ്റിയും കേരളത്തിന് പുറത്തുള്ളവർ എഴുതിയ കൃതികളെ പറ്റിയൊക്കെ വായിക്കാൻ ജീവിതം മാറ്റിവെച്ച ഒരാളെന്ന നിലയിൽ അത് എന്നെ ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരാളിനെ എതിർക്കുമ്പോൾ എതിരാളിയെ എൻ്റെ വിയോജിപ്പുകളോട് വിയോജിക്കുവാൻ തീർച്ചയായിട്ടും സുനിൽ ഇളയിടത്തിന് അധികാരമുണ്ട്. പക്ഷേ അത് ഈ ഒരാളിനെ അങ്ങ് നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങൾ അല്ലായിരുന്നു വേണ്ടത്. നേർക്കുനേർ വേണം ആയിരുന്നു വേണ്ടത് എന്ന് കണ്ടിട്ട് ഞാൻ ഒരു റീജോയിൻഡർ എഴുതി. ആ റീജോയിൻഡർ കേരളത്തിലെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വന്നു. അതിനകത്ത് അതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്, ഫ്രെഡറിക് ജെയിംസന്റെ ഒരു മാന്ത്രിക വടികൊണ്ട് ഈ ഒരു ആളുകളെ പറ്റിക്കാനൊന്നും പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതിയത്. അതിനൊരു മറുപടിയും എഴുതാൻ പറയാനോ സുനിൽ ഇളയിടം തയ്യാറായില്ല. ഈ ഫ്രെഡറിക് ജെയിംസിന്റെ പുസ്തകത്തിൽ നിന്ന്, അതായത് ഈ PhD തീസിസ് മൗലികതയുള്ളതെല്ലാം ഫ്രെഡറിക് ജെയിംസിന്റെ കടം കൊണ്ടിട്ടുണ്ട്. അതെ, അതായത് ഒരു തീസിസിൽ നമുക്കൊരു ആശയങ്ങൾ എടുക്കാം, പക്ഷെ അതിന് അത്യാവശ്യമായിട്ടുള്ളത് എടുക്കാവൂ. സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരണികൾ, അതാണ് ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. ഒന്നിനു പുറകെ ഒന്നായി ഉദ്ധരണികൾ ഉദ്ധരണികൾ ഉദ്ധരണികൾ. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് തൻ്റെതായ ഒരു അഭിപ്രായം. അത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും പുസ്തകങ്ങളുടെ ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിസ്സാരനാക്കി അദ്ദേഹം തള്ളി എന്ന് അഭിമാനിച്ചിരിക്കെ ഞാൻ ഈ നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഉള്ള ഒരു കൃതിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി സുനിൽ ഇളയിടം പ്രസിദ്ധീകരിച്ചത്. ഞാൻ ചൂണ്ടിക്കാണിച്ച എല്ലാം, ഉദാഹരണത്തിന് കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പശു കരയുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം, വാസ്തവത്തിൽ അത് പശു കരയുകയല്ല, മഹിഷാസുര വധം കഴിഞ്ഞ ദുർഗ അവിടെ നിൽക്കുകയാണ്. സുനിൽ ഇളയിടം ഈ ചുവർ ചിത്രമൊന്നും കണ്ടിട്ടില്ല. ഇത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് അകത്തുള്ള ചിത്രമാണ്, ശ്രീകോവിലിൻ്റെ ഉൾഭിത്തിയിലെ ചിത്രമാണ്. അത് KK മാരാരെ തയ്യാറാക്കിയ പുസ്തകത്തിൽ വീപ്പിംഗ് കൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ശീർഷകമാണ് ഈ സുനിൽ ഇളയിടം അങ്ങനെ പകർത്തിയെടുത്തത്. സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുനിൽ ഇളയിടത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച എല്ലാ തെറ്റുകളും പരിഹരിച്ചിട്ടാണ്, ഞാൻ ചൂണ്ടിക്കാണിക്കാത്ത തെറ്റുകളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. അടുത്ത കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു രവിശങ്കർ S. നായരുടെ ഒരു ഗവേഷണം എങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഗവേഷണത്തിൻ്റെ ഒരു ചീത്ത മാതൃകയുടെ മിക്കവാറും ഉദാഹരണങ്ങൾ നമ്മുടെ സുനിൽ ഇളയിടത്തിൻ്റെ ഈ ഗവേഷണ പ്രബന്ധത്തെ ആണ് അതിന് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ രവിശങ്കർ S. നായർ കാസർഗോഡ് മറ്റേ കേന്ദ്ര സർവകലാശാല മറ്റേ വൈസ് ചാൻസലർ ആയിരുന്ന A. സുകുമാരൻ നായരുടെ മകൻ, MG സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്ന A. സുകുമാരൻ നായരുടെ മകൻ അച്യുത് ശങ്കറിൻ്റെ സഹോദരൻ ആയിട്ടുള്ള ദ്രാവിഡ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു കുറച്ചു കാലം. ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറാണ്, നിരൂപകനാണ് അദ്ദേഹം. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഈ MG ശശിഭൂഷൺ മാറുകയും തിരുത്തണം എന്നാവശ്യപ്പെട്ട ശശിഭൂഷൺ മാറുകയും പകരം ബെഞ്ചമിൻ വരികയും ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ശശിഭൂഷൺ അറിയാമോ? ഇല്ല. അത് ഞാൻ പറയാം പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. അത് അന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നതാണ്. ആ കാലത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ
മന്ത്രിയായിരുന്നു ആ കാലത്തെ ശർമ്മ. ശർമ്മയും വടക്കൻ പറവൂര് ആണ്, സുനിൽ പിള്ളയുടെ ആണ്. എസ് ശർമ്മ ആലുവ പാലസിൽ വന്നു മന്ത്രി. അത് കഴിഞ്ഞിട്ട് രാധാകൃഷ്ണനെ വിളിച്ചു, VC ഒന്ന് ഇവിടം വരെ വരണം, നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് ആവശ്യം, നമ്മുടെ ഒരു പയ്യനാണ്, ദ്രോഹിക്കരുത്, എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ. അങ്ങനെയാണ് സാധാരണഗതിയിൽ വൈസ് ചാൻസലർമാർ ആദ്യം പരിശോധകരെന്താ പറയുന്നതെന്നൊക്കെ വച്ചിട്ടാണല്ലോ ചെയ്യുക. ഇങ്ങനെ ഒരു വിവേചനാധികാരം പ്രയോഗിച്ചത് എന്ന് രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാനും ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്, പക്ഷേ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ധരിച്ചിരിക്കുന്നത് അതിശക്തമായ ഏതോ സമ്മർദ്ദം ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടാണെന്നാണ്. ഏതായാലും അതിനുശേഷം സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഗവേഷണ പ്രബന്ധവും പരിശോധനയ്ക്കായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. അത് ഭാഗ്യമായി കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു മുന്നറിയിപ്പ് കൊടുത്തല്ലോ, താക്കീത് കൊടുത്തല്ലോ, എൻ്റെ കവിതകളെ ഗവേഷണത്തിന് ഇനിമേൽ ആരും തിരഞ്ഞെടുക്കരുത്, എൻ്റെ അനുവാദം അതിന് ലഭിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ആ തരത്തിലേക്ക് കേരളത്തിലെ ഈ ഗവേഷണ രംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെപ്പറ്റി ഒരു പെൺകുട്ടി പഠിച്ചപ്പോൾ അത് അതിൻ്റെ വൃത്തം അതിൻ്റെ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്, കവിതയുടെ വൃത്തം എന്താണ്. എന്നിട്ട് ഈ കുട്ടി എഴുതിയിരിക്കുന്നത് PhD പ്രബന്ധത്തിൽ വേറൊരു വൃത്തമാണ് എന്നാണ്. അങ്ങനെ ഗവേഷണങ്ങൾ നടക്കുന്നു. അതെ, വൈലോപ്പിള്ളിയുടെ വാഴക്കുലയെ പറ്റിയുള്ള കണ്ടെത്തലും ഒക്കെ നമ്മളുടെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായല്ലോ. ഇതുമായി വളരെ ബന്ധമുള്ളതാണ് ഒരു ഗവേഷണ വിദ്യാർത്ഥി ഒരു പ്രാചീന ശിലാലിഖിതം തെറ്റായിട്ട് വായിച്ചതും അതിനെ തൻ്റെ ഒരു കണ്ടെത്തലായിട്ട് അവതരിപ്പിച്ചതും. ശരി, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.